ഹലോ ഗായ്സ്, ഞങ്ങൾ കുംഭമേളയ്ക്ക് പോകാനായിട്ട് ട്രെയിൻ കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ലേറ്റ് ആയിരുന്നു, പക്ഷേ കറക്റ്റ് സമയത്ത് എത്തി. അതുകൊണ്ട് ട്രാക്ക് വഴിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം തന്നെ ഓട്ടമാണ്. പുതിയവനൊക്കെ പറന്ന് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ബാക്കി യാത്രകൾ പിന്നെ കാണാം. വേഗം ട്രെയിൻ പിടിക്കട്ടെ. 6:20 ട്രെയിൻ എടുക്കും. 6:05. 6:20 ട്രെയിൻ എത്തും. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. പുതിയ കോച്ചാണ് കേട്ടോ, അത്യാവശ്യം അടിപൊളി കോച്ച്. ഇതുവരെ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്തിട്ട് കാണാത്തൊരു സാധനത്തിനകത്ത് കണ്ടത് ലൈറ്റ്, റീഡിങ് ലൈറ്റാണെന്ന് തോന്നുന്നു. എല്ലാത്തിലും ഉണ്ട്. സംഭവം കൊള്ളാം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ്, വൃത്തിയുണ്ട്. പുതിയ കോച്ചാണെന്ന് തോന്നണം. ഇതുവരെ മറ്റു സംഭവം കണ്ടിട്ടില്ല. ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ പറയാം. ഗൈസ്, ഈ ബോഗിയിൽ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ സീറ്റ് വരുന്നത് 51, 50, 56 അത് ആയിരിക്കണം പ്രദീപേൻ്റെ സീറ്റ്. ഈ മേഴത്തെ ലാലിൻ്റെ നടുക്കത്തെ തന്നെ. നമ്മുടെ 2ാം ദിവസം ആരംഭിച്ചിരിക്കുന്നു. വലിയൊരു മറ്റേ സാധനമാണെന്ന് തോന്നുന്നു, കണ്ടെയ്നർ ട്രെയിൻ. ലാലൊക്കെ സുഖകരമായിട്ടുള്ള ഉറക്കം കഴിഞ്ഞിട്ട് പൊങ്ങിയിട്ടേ ഉള്ളൂ. പാവം ബ്രഷില്ല എന്നുള്ള ദുഃഖത്തിലിരിക്കുകയാണ്. ഇതിലെ മൊത്തം തപ്പി, പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബ്രഷ് പോലും കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബ്രഷ് കച്ചവടം തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചനയിലാണ്. ഇതിപ്പോൾ കട്പാടി സ്ഥലം കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മളങ്ങനെ നമ്മൾ ഏകദേശം ഇറങ്ങാൻ പോവാണ്. സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഈ ബോഗി മൊത്തം ഏകദേശം മലയാളീസാണ്. ഓക്കെ, 2 ദിവസം നമ്മുടെ കൂടെ. യെസ് ഗൈസ്, നമ്മളങ്ങനെ പ്രയാഗ്രാജ് എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രയാഗ്രാജ് എത്തിയിരിക്കുന്നു. ഹെവി തിരക്കാണ്. പുറത്തെന്താ അവസ്ഥ എന്നറിയില്ല. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പ്രദീപേട്ടനാണ് ഈ മുന്നിൽ പോകുന്നത്. ഇനി നമ്മൾ റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാപ്പ് നോക്കിയപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററുണ്ട്. സെക്ടർ 7 ആണ്. അപ്പോൾ അവിടെയായിട്ട് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്ന് അറിയില്ല. പുറത്തിറങ്ങിയിട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ. വണ്ടി എന്തെങ്കിലും കിട്ടുമോ, നടക്കേണ്ട വരുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ബാക്കിയാണ്. ഇവിടെ ഇത്രയാണ് അവിടെ ഇതേടോ നോക്കേ. ഇത് ശബരിമലയ്ക്ക് പോകണല്ലോ. ഹെവി തിരക്കാണ്. റാമ്പ് ഫുള്ള് തിരക്കാണ്. ഇങ്ങനെ തടഞ്ഞാണ് കയറ്റി വിടുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടി. ഇനി ഇതിപ്പോൾ അടുപ്പിച്ച് 2 ട്രെയിൻ വന്നുകൊണ്ടുള്ള തിരക്കായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. KSUക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ. ട്രെയിനൊക്കെ ചെക്കിട്ടാവണം. ഞങ്ങളുടെ ട്രെയിൻ മാത്രമേ വയ്യ പോകുന്നുള്ളൂ.
ആ നല്ല തിരക്കാണ് എല്ലാ ചായക്കടയിലും. ഇവിടെ കുറേ ചായക്കടയുണ്ട്. രാവിലെ തന്നെ താത്ത ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കോഴിക്കോടും കണ്ണൂരുള്ള ചേട്ടന്മാരൊക്കെയാണ്. വടകര ഞങ്ങളിങ്ങനെ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൽ, പ്രദീപ്. അപ്പോൾ ഇങ്ങോട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒറ്റ വണ്ടിയും കാണാനില്ല. ഊബർ നോക്കിയപ്പോൾ ഊബറൊക്കെ ഉണ്ട്. ഒരു 250 രൂപ റേഞ്ചിലൊക്കെ ഊബർ കാണുന്നുണ്ട് 13 കിലോമീറ്റർ. അപ്പോൾ നമ്മളൊന്ന് പുറത്താ ജംഗ്ഷൻ വരെ പോയി നോക്കിയതിന് ശേഷം തീരുമാനിക്കാമെന്ന് വിചാരിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. നടന്നിവിടെ ജംഗ്ഷനിലെത്തി. ഷെയർ ഓട്ടോയാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഓട്ടോറിക്ഷയും ബസ്സുകളും ഇങ്ങനെ വരിയായിട്ട് കിടക്കുവാണ്. ഓട്ടോറിക്ഷയിലേക്ക് നമ്മുടെ അവിടെ ഓട്ടോറിക്ഷ 5 പേരല്ലേ കയറുന്നത്. ഇവിടെ ഓട്ടോറിക്ഷയിൽ 50 പേരാണ് കയറുന്നത്. ആൾക്കാർ കുത്തി നിറച്ചാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ആ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഒരു 10,000-2000 പേർക്കടുത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നടന്നെത്തിയപ്പോൾ തന്നെ ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം വണ്ടി സൗകര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. വരുന്നവരപ്പം കയറി പോയിക്കൊണ്ടിരിക്കുക. ചേട്ടാ ദേ ബസ്സൊക്കെ കുമ്പ 2025 വെച്ചേക്കണോ. സതി കയറി അങ്ങോട്ട് പോയായിരുന്നു. വണ്ടികളിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ ക്രൗഡും ഉണ്ട്. വണ്ടിയൊന്നും കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ നമ്മളൊരു എയ്സിൽ വന്നു. എയ്സിൽ ഇത് കുറച്ച് മലയാളീസാണ്. ഇത് ഓർക്കണ്ടോ, നമ്മൾ രാമേശ്വരം പോയപ്പോൾ ഒരു AC കയറിയ സെയിം മൂടി തന്നെയാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. 40 രൂപയുള്ളൂ. എവിടെ ഇറക്കുന്നൊന്നും അറിയാൻ പാടില്ല. കുറച്ച് ചേച്ചിമാരോട് ഇരിക്കണമൊക്കെ ഉണ്ട്. അൽത്താഫായി പറഞ്ഞ പോലെ ഞങ്ങൾ AC കയറി ഇങ്ങനെ നിൽക്കുവാണ് ഒരു വെറൈറ്റി റൈഡിന് വേണ്ടിയിട്ട്. തിരക്കാണ്. നമ്മൾ ഇറങ്ങിയ റോട്ടിൽ നിന്ന് കുറേ ദൂരം ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വണ്ടി കണ്ടത്. ഓട്ടോയൊക്കെ ഭയങ്കര റേറ്റ് പറഞ്ഞു. 500 രൂപ. എവിടെ കൊണ്ടുപോകുന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും പോയി നോക്കാം. അല്ലേ അല്ലേ? അതെ. ഡ്രൈവർ ചേട്ടാ ഒരാളുടെ 40 രൂപ വാങ്ങിച്ചിട്ട് ഒരാളുടെ 40 രൂപ വാങ്ങിച്ച ആൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പിടിച്ചിടങ്ങി. നമ്മുടെ വണ്ടി എടുത്തു. എൻ്റെ പൊണ്ണ് ഗൈസ്, ഞങ്ങൾ 3 മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്നതാ. അപ്പോൾ ആകെ 3 കിലോമീറ്റർ നീങ്ങിയിട്ടുള്ളൂ. ഇത് റോഡിൻ്റെ റോങ് സൈഡാണ്. യഥാർത്ഥ സൈഡ് ദാ അവിടുത്തെ ബ്ലോക്ക് ഇപ്പോൾ അഴിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഈ റോഡ് മൊത്തം ബ്ലോക്കാണ്. 2 മണിക്കൂറായിട്ട് ഞങ്ങളിവിടെ കിടക്കുക. തണുത്തിട്ട് വയ്യ. ഞങ്ങളിതുവരെ ആ 3 കിലോമീറ്റർ പാസ് ചെയ്തിട്ടില്ല ഗൈസ്. ഞങ്ങളിപ്പോഴും ബ്ലോക്കി തന്നെ. സമയം നേരം വെളുത്തിരിക്കുന്നു. ഞങ്ങളെ ആ വണ്ടിക്കാരൻ വഴിയിൽ ഇറക്കി വിട്ടു ഗൈസ്. ഇനി അങ്ങോട്ട് കിലോമീറ്ററുകൾ നടക്കാനുണ്ട്. അന്യായ തണുപ്പ്. ഏകദേശം 5 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ തള്ളായിരുന്നു. ഞാൻ ഈ തണുപ്പ് സഹിക്കും. ഒരു രക്ഷയില്ല. നല്ല തണുപ്പാണ്. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഉപ്പിലെ സൂര്യൻ. സമയം ഏകദേശം 7 മണിയായി. ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ
നമ്മൾ ഏകദേശം കുംഭമേള നഗരിയിൽ എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ഗംഗാ നദി. ഇത് എതിലെയാണ് ഇങ്ങോട്ട് ഇറങ്ങണേന്നൊന്നും അറിയില്ല. നമ്മൾ ടെൻറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറ സൈഡൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറ സൈഡാണ് മെയിൻ എന്നാണ് തോന്നുന്നത്. ഇത് എന്തോ VIP പോലത്തെ സ്ഥലങ്ങളാണ്. എങ്ങനെയാ തിരിഞ്ഞു പോണോ? ഇതെങ്ങനെയാ തന്നെയായിരിക്കോ ഇതില്? അല്ലേ അല്ല, അവിടെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്നോടാ. ആചാര്യരുടെ അമ്പലം എന്തോ ആണെന്ന് തോന്നുന്നു. എന്തോ ആശ്രമ അമ്പലം എന്തോ സംഭവമാണ്. നമ്മളെ ABPയുടെ റൂമിലോട്ട് പോവാണ്. എങ്ങോട്ടാണ്? അങ്ങനെ ഞങ്ങൾ നടന്ന അവസാനം കുംഭമേള നഗരിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താനായിരിക്കുന്നു. ഭയങ്കര പൊടിയാണ്, പൊടി. തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ തണുത്ത കാറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. ഞങ്ങൾ പിന്നെ എല്ലാവരും ഓരോ മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രുദ്രാക്ഷത്തിൻ്റെ ഒരു അമ്പലമാണ് കാണുന്നത്. നമുക്ക് അടുത്ത് പോയി കാണാം. ആദ്യം ബാഗൊക്കെ ഒന്ന് വെച്ച് സെറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, ഒന്ന് മൊത്തം ചുറ്റി കാണാനായിട്ട്. അത്യാവശ്യം ക്രൗഡുണ്ട്. അറേഞ്ച്മെൻറ്റ് ഇത്രയും ക്രൗഡൊക്കെ വരുന്നൊരു സ്ഥലമാണെങ്കിലുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വലിയ മണപ്പുറം പോലത്തെ സ്ഥലമാണ്. എന്നിട്ട് അവിടെ ഈ ഇരുമ്പിൻ്റെ ഷീറ്റ് ഉറപ്പിച്ചേക്കുക, താൽക്കാലികമായിട്ടുള്ള റോഡൊക്കെ പോലെ നല്ല ഉറപ്പിൽ വണ്ടികളൊന്നും ഒക്കെ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നു. ഇത് ഇരു സൈഡിലുമായിട്ട് ഇഷ്ടംപോലെ കച്ചവടക്കാരിങ്ങനെ ഇരിക്കുകയാണ്. ഫുള്ള് ഇലക്ട്രിക് വണ്ടിയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി ചോദിച്ചിട്ട് കിട്ടിയില്ല ഇപ്പോൾ, പക്ഷേ വണ്ടിയൊക്കെ കയറ്റി വിടുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ റേഞ്ചിൻ്റെ കാര്യം, ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിലും റേഞ്ചിനൊന്നും യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം ഗൂഗിൾ ലൊക്കേഷൻ ഇങ്ങനെ സെക്ടറുകൾ തിരിച്ചുള്ള ഗൂഗിൾ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ടവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത്രയും ആളുകളൊന്നും അത്യാവശ്യം ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ. ഈ സൈഡിലൊക്കെ കാണുന്ന ഓരോരോ ടെൻറ്റുകളും ആശ്രമങ്ങളും സംവിധാനങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ എന്തൊക്കെയോ പ്രഭാഷണങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ വണ്ടിയിലൊക്കെ ഒരു പുള്ളിങ് നോക്ക്, എത്ര ആൾക്കാരെ വെച്ചാൽ പോകുന്നത്. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ABPയുടെ ഒരു സത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൂം ഫ്രീ ആയിട്ട് കിട്ടി. ടെൻ്റാണ്, ടെൻറ്റിൻ്റെ ഉള്ള ഒരു 6 കട്ടിലൊക്കെ ആയിട്ട്. ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരു വാക്കിനിറങ്ങിയതാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ പോലും ചൂട് അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല. നല്ല തിരക്ക് തന്നെയാണ്. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് പയ്യെ നടന്നുകൊണ്ടിരിക്കുക.
സ്നാനം ചെയ്യണം, ഒരു ചെരുപ്പ് വാങ്ങണം, ഒരു തോർത്ത് വാങ്ങണം, പിന്നെ ഫുള്ളൊന്ന് കാണണം. रुद्राक्ष വെച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. जितना माँ बच्चे की सेवा करती है उतना बाप नहीं कर पाता. ഇവിടെ ഈ ഹോമമൊക്കെ നടക്കുന്നുണ്ട്. ഹോമം കൊണ്ടൊക്കെ ഒരുപാട് और महाकाल का दर्शन करो गंगा माई के द्वारे. और बार बार नए भक्त आ रहे इसलिए बार बार मुझे बोलना पड़ रहा है. आप सभी भक्तों से हाथ जोड़ के निवेदन है, आप लोग यज्ञशाला के अंदर जूता चप्पल पहन के प्रवेश न करें. जो जूता चप्पल पहन के भगवान के पास लेके आएगा वो हो जाएगा कंगाल, और जो जूता चप्पल उतार के भगवान का दर्शन करेगा हो जाएगा माला माल. हमारे गुरुदेव उसके साथ है जो देश के लिए अच्छा काम करे, जो भगवान के लिए अच्छा काम करे, जो माता पिता की सेवा करे, जो हर जगह धर्म का प्रचार करे. मौनी महाराज उसके साथ. काशी विश्वनाथ गंगे, काशी विश्वनाथ गंगे, माता ഏതൊരു ചേട്ടൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതാണ്. നമ്മൾ പുള്ളിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നാഗവാസുകി ടെമ്പിളാണ്. നാഗവാസുകി നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വാസുകിയുടെ ടെമ്പിള് കേട്ടിട്ടില്ല, ഉണ്ടോയെന്നറിയില്ല. അടിപൊളിയാണ് കാണാൻ. വാസുകി മറ്റേ പാലാഴി കടഞ്ഞപ്പോൾ മറ്റേ ഉപയോഗിച്ച പർവ്വതമല്ല, പാമ്പാണ് വാസു. നമ്മളിപ്പോൾ സംഗമസ്ഥാനത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 4 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ സ്നാനം ചെയ്തിട്ട് നടന്നു വരുന്ന ആളുകളാണ് തോന്നുന്നത്. ഇത് അങ്ങ് ദൂരെ കാണാനാണ്, ക്യാമറയിൽ എന്തോരം ക്ലിയർ ആണെന്ന് അറിയില്ല. കാണാനാണ് ഗംഗാനദി. അവിടെ ഇങ്ങനെ കെട്ടി വെച്ച പാലങ്ങളൊക്കെ കാണാം. നമുക്ക് അതിലങ്ങോട്ട് കടക്കണം. അവിടെയാണ് മെയിൻ. ഇങ്ങനെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഒക്കെ ഒരുപാട് മോഡലുകളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കാണേണ്ട. ഒരുപാട് ആളുകൾ, മൊത്തം ഇന്ത്യയിലെ ആളുകളും ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു ചെറിയ ഇന്ത്യ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. सरस्वती स्थापिरिया कहाँ हो? हम सुमन सौरभ बोल रहे हैं, पापा बोल रहे हैं, पापा
गंगा मूर्ति चढ़ा पर है, गंगा मूर्ति चढ़ा पर है। जहाँ भी हो किसी का मोबाइल ഫുഡൊക്കെ അത്ര പോരാ, പിന്നെ ഭയങ്കര പൊടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പഴം വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ്. പഴം മൊത്തം തിരിഞ്ഞു തീർക്കാം. ഇതിലെ പഴമാണ് ഇന്നത്തെ ഭക്ഷണം. രാവിലെ 2 പൂരി കഴിച്ചു. ഏകദേശം നടന്ന് സംഗമത്തിൻ്റെ അവിടെ എത്താറായി. ഇവിടെ ലെഫ്റ്റ് കാണിക്കുമല്ലോ, തിരക്കിലാത്ത വഴിയാണ്. ഇവിടെ ഇങ്ങനെ മുഴുവൻ സമയത്തും ക്ലീനിങ് ജോലിക്കാരൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആളുകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സ്ഥലങ്ങൾ ഇങ്ങനെ ഇത്രയും നീറ്റായിട്ട് എടുക്കുന്നത്. ആൾക്കാർ വന്നു പോയിട്ടും ഭയങ്കര ക്ലീനാണ്. ഭയങ്കര, അതായത് ഇത്രയും ആളുകൾ വന്ന സ്ഥലമാണ് തോന്നില്ലാത്ത തരത്തിൽ വൃത്തിയുണ്ട് ഇവിടെ എല്ലാം. അപ്പോൾ അവരൊക്കെ അതിങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല, അതും നല്ല വൃത്തി തന്നെയുണ്ട്. നമുക്കങ്ങനെ അയ്യേ എന്ന് തോന്നുന്ന ഒരവസ്ഥയില്ല. थोड़ा सा बाबू नहीं नुकसान कर जाता है बाबू, थोड़ा सा इतना नहीं कम डालो बाबू। അങ്ങനെ ഗംഗാ നദി നമ്മുടെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുണ്യനദി. ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടെയൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. ത്രിവേണി സംഗമത്തിലോട്ട് ഇനി ഏകദേശം 1.5 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ വഴി പറഞ്ഞു തരലൊന്നും നമുക്ക് നടക്കില്ല. കാരണം ഇത് അത്രയും വൈഡായിട്ടുള്ള ഏരിയ. ഒരു രീതിയിൽ നമുക്ക് ഇതിനകത്ത് വഴി പറഞ്ഞു തരാനോ അടയാളങ്ങൾ പറയാനൊന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് സൂചനകൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. ഏകദേശം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടെ ഉണ്ട് ത്രിവേണി സംഗമത്തിലേക്ക്. ഇതാണ് ഇങ്ങനെ താൽക്കാലിക പാലം. നമ്മളീ പോകുന്ന ഒരു താൽക്കാലിക പാലത്തിലൂടെയാണ്. ഇതിങ്ങനെ 10-100 കണക്കിന് ഇങ്ങനെ താൽക്കാലിക പാലങ്ങൾ കെട്ടിയിട്ട് വെക്കുക. ഇങ്ങനെ ഏകദേശം ഒരു 10-20 മീറ്റർ ഗ്യാപ്പിൽ. അങ്ങ് ദൂരെ ആ റെയിൽവേ പാലം കണ്ടോ, അതിൻ്റെ അപ്പുറം മുതൽ ഇതേപോലെ ഇങ്ങനെ ഒരുപാട് താൽക്കാലിക പാലങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ തിരക്ക് വരുന്നതനുസരിച്ചും മറ്റേ ഷഹീസ്ഥാനിൻ്റെ സമയത്തൊക്കെയാണ് ഇത് തുറന്നു വിടുകയുള്ളൂ എന്ന് തോന്നുന്നു എല്ലാ പാലങ്ങളും. അപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് നോർമലി ഇതിൽ കൂടെ ഇങ്ങനെ കെട്ടി വിട്ടേക്കും. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. നമ്മൾ കർണനിലൊക്കെ വായിച്ചിട്ടുള്ള എല്ലാ ദിവസവും അർഘ്യസ്നാനം ചെയ്യാൻ വരുന്ന കർണൻ്റെ ഗംഗ, സൂര്യദേവന് വേണ്ടിയിട്ട് അർഘ്യം ചെയ്യുന്ന കർണൻ്റെ, അതെ, ഒരു ഭയങ്കര ഫീലിംഗ് ആണ് ഇതിലിങ്ങനെ നടക്കുമ്പോൾ. ആ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മൂടൊക്കെ ഉണ്ടെങ്കിലേ ഒരു ഹെവി സെറ്റപ്പ്. അങ്ങനെ നമ്മൾ എത്തി, ത്രിവേണി സംഗമത്തിലെത്തി. വേണ്ടേ असली माल ले जा खड़ा होके।
സമയം സന്ധ്യയായി, ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, സൂര്യൻ അസ്തമിച്ചു, നല്ല തണുപ്പുണ്ട്. നമുക്ക് ഒരു 10 കിലോമീറ്ററോളം നടക്കാനുണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടി. ഗംഗാജലം വേണ്ടവര് നമ്മളായിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ നമ്പർ താഴെയുണ്ട്. അതെ, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടെടുത്തില്ല, ശ്രീരാമൊക്കെ അടിച്ച് എല്ലാവരും പ്രതികരണോടെ ഗംഗാജലമൊക്കെ എടുത്തു. തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഒരു സാധനം എടുത്തിട്ടില്ല, എല്ലാവരും മുണ്ടാണ് എടുത്തേക്കണത്. ഷൂ ഇല്ല, ജാക്കറ്റ് ഇല്ല. നടക്കാനാണെങ്കിൽ 7 കിലോമീറ്ററിന് അടുത്തുണ്ട്. എങ്ങനെ വന്നാലും 1.5 മണിക്കൂർ എടുക്കും. നടന്ന് എത്രയും പെട്ടെന്ന് എത്തണം. കാലൊക്കെ മരച്ച് തവിട് പൊടിയായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ കണ്ടാ ആൾക്കാരൊക്കെ നല്ല വൃത്തിക്ക് ഇരിക്കണം. അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട്. കണ്ട വൃത്തി നോക്ക്, നിങ്ങൾ താഴോട്ട് നോക്ക്, എത്ര അടിപൊളിയായിട്ടാണ്. നമുക്കിത് ഫുൾ ടൈം ഇതിങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കണോണ്ട് ഇങ്ങനെ. പിന്നെ സൈഡിലൊക്കെ ആൾക്കാർ തീയൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ട്. ഇനി ഒരുപാട് തണുപ്പൊക്കെ വരുവാണെങ്കിൽ നമുക്ക് തീയൊക്കെ കാഞ്ഞ് പോവാം. ഇരിക്കുകയാണ്. ഇത് അഘോരീസ് ഒന്നുമല്ല, ഇവർ ചുമ്മാ പൈസയ്ക്കും ദക്ഷിണയ്ക്കും വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. ഒറിജിനൽ അഘോരീസ് അങ്ങനെ പുറത്തോട്ടൊന്നും വരാറില്ല. അവർ ഈ അഗാഡയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കും. അവർ മറ്റേ സ്നാനിൻ്റെ സമയത്ത് മാത്രമേ പുറത്ത് വരുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഇങ്ങനെ ടെൻറ്റ് കെട്ടിയിരിക്കുന്നതിൽ ഒരുപാട് പേര് ഡ്രസ്സൊന്നും ഇല്ലാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തില്ല. ഇനി ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാനും പറ്റില്ലല്ലോ. കുറേ പേര് ഇരിക്കുന്നുണ്ട് തുണിയൊന്നും എടുക്കാണ്ട്. എല്ലാവരും എന്താ മദ്യപിച്ചും കഞ്ചാവ് വലിച്ചൊക്കെ ഇരിക്കുന്ന പോലെ വെളിവില്ലാണ്ട് ലോസ്റ്റായിട്ടിരിക്കുന്ന രീതിയിൽ എല്ലാവരും ഇരിക്കുന്നു. എന്താണെന്നറിയില്ല. ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവിടെ കയറിയിരുന്നു. വെറൈറ്റി എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഇത് ഏതോ ഒരു ആശ്രമത്തിൻ്റെ സംഭവമാണ്. ഫുഡ് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കുറേ പേരുണ്ട്. എന്താ അഭിപ്രായം? എന്താണെന്നറിയില്ല, എന്തായാലും കഴിച്ചോക്കിട്ട് പറയാം. ഈ മതിലിൻ്റെ ഇരുവശത്തുമാണ് ഇങ്ങനെ ഈ അഗാഡകളും ആശ്രമങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഓരോ സൈഡും ഓരോരോ ആശ്രമങ്ങളാണ്. ഇപ്പോൾ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഓരോരോ സ്വാമിമാരുടെയും അങ്ങനെ ഓരോരോ ആശ്രമങ്ങളായതല്ല. അപ്പോൾ അതിനകത്ത് മൊത്തം അവരുടെ ഭജനയും പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുഴുവൻ സമയം എൻഗേജഡായിരിക്കും. അങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ ഏകദേശം 27 കിലോമീറ്റർ നടന്ന്, അതായത് ഇപ്പോൾ ഈ ചെന്ന് ചേർന്ന് ഇനി 1.5 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളുടെ റൂമിലോട്ട്. അപ്പോൾ ആ 1.5 കിലോമീറ്റർ ഒരു സ്ക്വയർ പോലെയാണ് ഞങ്ങൾ നടന്നത്. അപ്പോൾ ഏകദേശം ഒരു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു ചുറ്റ് നടന്നിട്ടുണ്ടാവും. എന്നിട്ടും ഇതിൻ്റെ പകുതി ഭാഗം റൈറ്റ് സൈഡിലോട്ട് വീണ്ടും കിടക്കുകയാണ്. അത്രയും വലിയ ഏരിയ. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കണയാണ്. ഞങ്ങളിപ്പോൾ തന്നെ റൂമിലെത്തും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ മിക്കവാറും വാരണാസിക്ക് തിരിക്കും. ഗൈസ്, ലേസർ ഷോ നടക്കുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു പൊട്ട് പോലൊരു സാധനം. പക്ഷേ ലൈവിൽ കാണാൻ നല്ല രസമുണ്ട്. അവിടെ ഭയങ്കര പൊടി പടലങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. സൂപ്പറായിട്ടുണ്ട്.